സ്പെയിനിലെ ബെർണാബ്യൂ സ്റ്റേഡിയത്തിലേക്കാണ് ലോകത്തിലെ എല്ലാ കാൽപന്ത് ആരാധകരും ഉറ്റുനോക്കുന്നത്. കാരണം ഏറ്റുമുട്ടുന്നത് രണ്ട് തുല്യശക്തികൾ തമ്മിലാണ്. അതെ, റയൽ മാഡ്രിഡ് വേഴ്സസ് ബാർസലോണ. പോയിന്റ് ടേബിളിലെ 1ഉം 2ഉം സ്ഥാനക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് കാണാൻ റയലിന്റെ സാന്റിയാഗോ ബെർണാബ്യൂ സ്റ്റേഡിയം മുഴുവൻ ആരാധകരാൽ നിറഞ്ഞിരുന്നു. ഈ ഒരു മത്സരം രണ്ട് ടീമുകൾക്കും വളരെ പ്രധാനപ്പെട്ടതാണെന്നറിയാൻ ആ ഒരു പോയിന്റ് ടേബിൾ മാത്രം നോക്കിയാൽ മതി. 75 പോയിന്റോടെ റയൽ ഒന്നാമതാണെങ്കിൽ 72 പോയിന്റുകളുമായി തൊട്ടു താഴെ തന്നെ ബാർസലോണയുമുണ്ട്. അന്ന് റയലിനെ പരിശീലിപ്പിക്കുന്നത് സിനദീൻ സിദാൻ എന്ന മാസ്റ്റർ ബ്രെയിനാണ്. റയലിന്റെ സ്ക്വാഡിലേക്ക് വരികയാണെങ്കിൽ റാമോസ് മുതൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കം ഒരുപാട് മികച്ച താരങ്ങൾ അണിനിരക്കുന്ന ടീമായിരുന്നു റയൽ മാഡ്രിഡ്. അവരുടെ മുന്നേറ്റ നിരയിലായിരുന്നു എല്ലാ മാഡ്രിഡിസ്റ്റ് ആരാധകരും വിശ്വാസം അർപ്പിച്ചിരുന്നത്. BBC എന്ന മൂവർത്രയത്തെ ഇപ്പോഴും അങ്ങനെ ആർക്കും മറക്കാൻ സാധിക്കില്ല. മറുവശത്ത് കാറ്റലോണിയക്കാരുടെ പ്രതീക്ഷ മുഴുവൻ ആ 10ാം നമ്പറുകാരൻ്റെ കൈകളിലായിരുന്നു. ഇനിയസ്റ്റ മുതൽ മെസ്സിയും സുവാരിസും അടക്കമുള്ള ഒരു മികച്ച സ്ക്വാഡുമായി തന്നെയാണ് ബാർസലോണയും പോരാട്ടത്തിനായി ഇറങ്ങുന്നത്. ഒടുവിൽ എല്ലാത്തിനുമുപരി കാൽപന്ത് ലോകം കണ്ണും നട്ട് കാത്തിരിക്കുന്നത് ആ രണ്ട് വ്യക്തികളിലേക്കാണ്. 2 ഡീക്കേഡുകളായി ഫുട്ബോൾ എന്ന സുന്ദരമായ ഗെയിമിനെ തൻ്റെ കാൽക്കീഴിലാക്കിയ 2 പേർ, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ലിയണൽ മെസ്സി. അങ്ങനെ റയലിൻ്റെ കിക്കോടുകൂടി ആവേശകരമായ മത്സരത്തിന് തുടക്കം കുറിക്കുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ റയലിന്റെ മുന്നേറ്റത്തെ ഉമിറ്റിറ്റി ഡിഫെൻഡ് ചെയ്യുന്നു. അതിനെ തുടർന്ന് റൊണാൾഡോ അവിടെ പെനാൾട്ടിക്ക് വേണ്ടി അപ്പീൽ ചെയ്യുന്നത് കാണാം. ഇവിടെ വീണ്ടും റൊണാൾഡോ തൻ്റെ മാജിക്കൽ ടച്ചിലൂടെ പിക്കിയെ മറികടന്ന് പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്തെങ്കിലും